ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഈ ക്ലാസ്സിൽ നാം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനമാണ് പരിശോധിക്കുന്നത്. ബൈബിളിലെ 56-ാമത്തെയും പുതിയ നിയമത്തിൽ 17-ാമത്തെയും പുസ്തകമാണ് എപ്പിസിൽ ടു ടൈറ്റസ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ചില ലേഖനങ്ങളെക്കുറിച്ച് കൂടെ ചിന്തിക്കുമ്പോൾ തിമത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം എഴുതിയ സമയത്ത് തന്നെയാണ് തീത്തോസിനും പൗലോസ് ലേഖനം എഴുതിയത്. ആ സമയത്ത് അപ്പല്ലോസ് ക്രേത്തയിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതി ക്രേത്തയിലായിരുന്ന തീത്തോസിന് എത്തിച്ചു കൊടുത്തു. തീത്തോസിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം യവനനും പൗലോസ് ക്രിസ്തുവിലേക്ക് നയിച്ചവനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പൗലോസിൻ്റെ നിജപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും കൂടെ വായിച്ചാൽ തീത്തോസ് യവനനായിരുന്നെന്നും നിജപുത്രനായിരുന്നു എന്നും ഗ്രഹിക്കാൻ പറ്റും. ഗലാത്യർ 2:3. എൻ്റെ കൂടെയുള്ള തീത്തോസ് യവനനെങ്കിലും. കണ്ടോ, യവനൻ, അത്രയും മതിയല്ലോ നമുക്ക്. അദ്ദേഹം യവനൻ ആയിരുന്നു. ഇനി 1-ാം അധ്യായത്തിൻ്റെ ടൈറ്റസ് 1:4 വായിക്കുമ്പോൾ പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് ഈ 2 വാക്യങ്ങൾ കൂടെ വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു. തീത്തോസ് യവനനായിരുന്നു, എന്നാൽ പൗലോസ് അദ്ദേഹത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലേക്ക് നയിച്ചു. അതുകൊണ്ടാണ് നിജപുത്രൻ, മൈ ട്രൂ ചൈൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പൗലോസിൻ്റെ സഹപ്രവർത്തകനും അഥവാ കൂട്ടുവേലക്കാരനും ആയി വളരെ ഉത്സാഹിയായിരുന്നു. അദ്ദേഹം പൗലോസിനോട് വളരെ അടുപ്പമുള്ള ഒരു നേതാവായിരുന്നു ടൈറ്റസ്. പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്ര കഴിഞ്ഞ് നടന്ന യെരുശലേം കൗൺസിലിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ കൗൺസിലിൽ പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ തീത്തോസും ഉണ്ടായിരുന്നു. തീത്തോസ് അതിൽ പങ്കെടുത്ത ആളാണെന്ന് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിലേക്ക് പോയി എന്നവിടെ പറയുന്നത് ഇനി അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം വായിച്ചാൽ ആ കൗൺസിലിൽ സംബന്ധിക്കുന്നതിനായിട്ടാണ് പോയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ പല ദൗത്യങ്ങൾ നൽകി തീത്തോസിനെ പല സ്ഥലങ്ങളിലേക്ക് പൗലോസ് അയച്ചിട്ടുണ്ട്. തീത്തോസിനെ കൊരിന്തിലേക്ക് അയച്ച കാര്യം നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 2 കൊരിന്ത്യർ 2:13 തീത്തോസിനെ കാണാതിരുന്ന കാര്യം ഒക്കെ വായിക്കാം. എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാതിരുന്നിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ. ഇത് നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ചിട്ടുള്ളതാണല്ലോ. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ തീത്തോസിന്റെ വരവിനാൽ എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇതൊക്കെ വായിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തീത്തോസും പൗലോസും തമ്മിലുള്ള ഉറ്റ ബന്ധം, അവർ തമ്മിലുള്ള കൂട്ടുവേല മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കൂടാതെ യെരുശലേമിലെ വിശുദ്ധന്മാരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിനായിട്ട് ഒരു ധർമ്മശേഖരം നടത്തിയത് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അത് തുടങ്ങി വെച്ചത് തീത്തോസ് ആയിരുന്നു. 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ 6-ാം വാക്യം മാത്രം നമുക്ക് വായിക്കാം. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ. കണ്ടോ, തീത്തോസ് ആരംഭിച്ചതുപോലെ. കുറച്ചുകൂടെ വായിച്ചോ. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ. കണ്ടോ, ഈ ധർമ്മശേഖരം, തീത്തോസ് ആരംഭിച്ച ധർമ്മശേഖരം, അത് യെരുശലേമിലെ വിശുദ്ധന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഈ ഏറ്റെടുത്ത കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ജാഗ്രതയും അത്യുത്സാഹവും ഉള്ളവനായിരുന്നു എന്ന് 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ 16-17 വാക്യങ്ങൾ വായിച്ചാട്ട്. 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ജാഗ്രത ഉണ്ടായിരുന്നു. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുത്സാഹിയാകയാൽ. അവൻ അത്യുത്സാഹിയായിരുന്നു. കണ്ടോ, അപ്പോൾ ജാഗ്രതയുള്ളവനും അത്യുത്സാഹിയും ആയിരുന്നു. തീത്തോസ് പൗലോസിന്റെ കൂട്ടാളിയും കൂട്ടുവേലക്കാരനുമാണെന്ന് 2 കൊരിന്ത്യ ലേഖനം 8:23 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയാൽ തീത്തോസിന് പുതിയ നിയമ കാലഘട്ടത്തിൽ പൗലോസുമായിട്ടുണ്ടായിരുന്ന ചങ്ങാത്തം, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലേഖനം എഴുതുമ്പോൾ തീത്തോസ് ക്രേത്ത ദ്വീപിലാണ്. നമുക്ക് തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ ഹി വാസ് ഇൻ ക്രീറ്റ്
ക്രേത്ത ദ്വീപിലായിരുന്നു എന്ന് വ്യക്തമാണ്. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത്. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത്. സോ ഹി ഈസ് ഇൻ ക്രീറ്റ്. വായിച്ചോ, ക്രേത്തയിൽ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും. അപ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതി ക്രേത്തയിലേക്കാണ് അയക്കുന്നത്. കാരണം ഈ ലേഖനം എഴുതുമ്പോൾ തീത്തോസ് എവിടെയാണുള്ളത്? ക്രേത്ത, ക്രീറ്റ് എന്ന് പറയുന്ന ദ്വീപിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് സുവിശേഷം എത്തിയത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ, പെന്തക്കോസ്ത് നാളിൽ ക്രേത്തർ യെരുശലേമിൽ ഉണ്ടായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേട്ടുവല്ലോ. പൊന്തോസിലും ആസിയിലും പൃഗ്യയിലും പംഫുല്ലയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബന്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദരും യഹൂദ മതാനുസാരികളും ക്രേത്യരും. അപ്പം ക്രേത്യക്കാരെവിടെ ഉണ്ടായിരുന്നു? പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി. അപ്പോൾ അവരുടെ സുവിശേഷം കേട്ടിട്ടുണ്ട്. അവൻ്റെ വചനം കേട്ട് സ്നാനപ്പെട്ടവരെക്കുറിച്ചൊക്കെ നമ്മൾ താഴെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ക്രേത്തർ ആയിരിക്കണം സുവിശേഷം എവിടെ എത്തിച്ചത്? ക്രേത്തയിൽ എത്തിച്ചത്. ക്രേത്തക്കാരും ഫെലിസ്ത്യരും ബന്ധുക്കളാണ്. വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ക്രേത്തക്കാരും ഫെലിസ്ത്യരും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ക്രേത്തക്കാരെക്കുറിച്ച് സൽകീർത്തിയില്ല. ഫെലിസ്ത്യരെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ എനിമീസ്, ശത്രുക്കളായിട്ടാണ് കാണുന്നത്. നല്ല കീർത്തി അല്ല അവർക്കുള്ളത്. അതുപോലെ ക്രേത്തക്കാരെക്കുറിച്ചും സൽകീർത്തിയില്ല. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, ക്രേത്തർ സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും അത്രേ എന്ന് അവരിൽ ഒരുവൻ, അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ സാക്ഷ്യം നേര് തന്നെ. അപ്പോൾ അവരുടെ ഒരു വിദ്വാൻ അവരെക്കുറിച്ച് പറഞ്ഞ കാര്യം ശരിയാണെന്ന് ആരും സാക്ഷ്യപ്പെടുത്തുകയാണ്? അപ്പോസ്തലനായ പൗലോസും സാക്ഷ്യപ്പെടുത്തുകയാണ്. ശ്രദ്ധിച്ചോ? അത് ക്രേത്തർ സർവ്വതാ അസത്യവാദികൾ, ദുഷ്ടജന്തുക്കൾ, മടിയന്മാരായ പെരുവയറന്മാർ. അങ്ങനെ അവരിൽ ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പൗലോസും പറയുകയാണ്, ഈ സാക്ഷ്യം നേർ തന്നെ. പക്ഷേ നമുക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്നേഹിച്ചു. അവരെ സുവിശേഷത്താൽ രക്ഷിച്ചു. അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം, എഫെസോസിലുള്ളവർക്ക് മാത്രമല്ല, തിമത്തിയോസ് ശുശ്രൂഷിച്ച എഫെസോസിലെ ഒരു പട്ടണ സഭയിൽ മാത്രമല്ല, ക്രേത്ത എന്ന് പറയുന്ന ഒരു വിദൂരമായിട്ടുള്ള ഫെലിസ്ത്യരുടെ ബന്ധുക്കളായിട്ടിരിക്കുന്ന സൽകീർത്തി ഇല്ലാത്ത ആളുകളുടെ ഇടയിലും കർത്താവായ യേശുക്രിസ്തുവിന് താല്പര്യമുണ്ട്. അവിടെയും കർത്താവിനെ പരിചയപ്പെടുവാനും ആളുകൾക്ക് രക്ഷ പ്രാപിക്കുവാനും അഭിഷേകം പ്രാപിക്കുവാനും ഒക്കെ കർത്താവ് കാണിക്കുന്ന കരുണയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ. ആ കുഴപ്പം 13-ാം വാക്യത്തിലുള്ളത്. അവർ വിശ്വാസത്തിൽ ആരോഗ്യം. തീത്തോസ് 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, ഈ സാക്ഷ്യം നേർ തന്നെ. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രോബ്ലം ക്ലിയർ ആണല്ലോ. അവർക്ക് വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവരെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കുക എന്നതായിരുന്നു തീത്തോസിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം. അപ്പോൾ തീത്തോസിനെ കുറിച്ചുള്ള അവസാനത്തെ പരാമർശം, തീത്തോസിൻ്റെ ദൗത്യം മനസ്സിലായല്ലോ. ആരോഗ്യമില്ലാത്ത, വിശ്വാസത്തിൽ ആരോഗ്യമില്ലാത്ത ആളുകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കുക എന്നുള്ളതായിരുന്നു. ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം, തീത്തോസിനെക്കുറിച്ചുള്ള അവസാനത്തെ പരാമർശം പുതിയ നിയമത്തിൽ കാണുന്നത് 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലാണ്. 2 തിമോത്തി എന്ന് പറയുന്നത് പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമാണ് എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ആ ലേഖനം 4:10 തീത്തോസ് ദൽമാത്യയ്ക്ക് പോയി എന്നൊരു പരാമർശമുണ്ട്. വായിക്കാം. 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. ക്രേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. എവിടെയാണ് ഈ ദൽമാത്യ, എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. യുഗോസ്ലാവിയ ആണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഏതാണെങ്കിലും അദ്ദേഹം പോയി എന്ന് പറഞ്ഞ് തീത്തോസിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തീരുകയാണ്. അപ്പോൾ തീത്തോസിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിലെ പല ലേഖനങ്ങളിലുമായിട്ട് കിടപ്പുണ്ട് എന്ന് ഓർക്കുക. 1-2 തിമത്തിയോസ് ലേഖനങ്ങൾ നമ്മൾ പഠിച്ചത് മൂപ്പന്മാർക്ക്, ഇടയന്മാർക്ക് എഴുതിയ ലേഖനങ്ങളാണ്. ആ ലേഖനങ്ങൾ രണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പഥ്യോപദേശത്തെക്കുറിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്യഥ ഉപദേശിക്കരുത്, ഡോണ്ട് ടീച്ച് റോങ് ഡോക്ട്രിൻ. അതിന് പകരം പഥ്യോപദേശം, യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്
വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. തന്നെ. ഈ കൃത്യ സുവിശേഷം യാതൊരു തെറ്റും കൂടാതെ പ്രസംഗിക്കണമെന്നാണ് 1-2 തീമോത്തിയോസിൽ പഠിപ്പിച്ചതെങ്കിൽ തീത്തോസ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. ഉപദേശം മാത്രം ശരിയായാൽ പോരാ, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് റെസ്പോൺസിബിലിറ്റീസ്, വി ഹാവ് ഡ്യൂട്ടീസ്. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെത്ര വലുതാണ് എന്ന് നാം കാണുകയും അത് നിവർത്തിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തീത്തോസിൻ്റെ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ചിന്ത സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരാകുക എന്നുള്ളതാണ്. പല പ്രാവശ്യം, ഒരു 5 പ്രാവശ്യമെങ്കിലും അത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങൾ വായിപ്പിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിരോധി നമ്മെക്കുറിച്ച് ഒരു തിന്മയും പറയാതെ ലജ്ജിക്കണമെങ്കിൽ ഉപദേശം ശരിയായാൽ മാത്രം പോരാ എന്നല്ലേ? ഉപദേശം ശരിയായിരിക്കുന്നത് പോലെ തന്നെ സൽപ്രവൃത്തിക്ക് നമ്മൾ മാതൃക കൊടുക്കുന്നവരും ആയിരിക്കണം. ഒന്നുകൂടെ വായിച്ചേരെ 7-ാം വാക്യം, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. സൽപ്രവൃത്തികൾക്ക് നമ്മളാണ് മാതൃക കൊടുക്കേണ്ടവർ. 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് സൽപ്രവൃത്തികൾക്ക് വേണ്ടി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായിരിക്കണം എന്നുണ്ട്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിക്കുക എന്ന് നമ്മോട് പറയുന്നു. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തികൾക്കും ഒരുങ്ങിയിരിപ്പാനും. 8-ാം വാക്യത്തില് സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം എന്ന് അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. 3-8 ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന്. അവിടെയും തീരുന്നില്ല. 3-14 വരുമ്പോൾ സൽപ്രവൃത്തികൾക്ക് മുമ്പന്മാരായിരിക്കാൻ പഠിക്കട്ടെ എന്നും നാം കാണുന്നുണ്ട്. 3-14 സൽപ്രവൃത്തികളിൽ മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ. അപ്പോൾ കണ്ടോ, 5 വാക്യങ്ങൾ. 2-7 സൽപ്രവൃത്തികൾക്ക് മാതൃക, 2-14 സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തി, 3-1 സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിക്കണം, 3-8 സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം, 3-14 സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കണം. സോ വി ഹാവ് ടു സെറ്റ് എ പാറ്റേൺ ഫോർ ഗുഡ് വർക്ക്സ്. വി മസ്റ്റ് ബി zealous ഫോർ ഗുഡ് വർക്ക്സ്. വി മസ്റ്റ് ബി റെഡി ടു എവറി ഗുഡ് വർക്ക് ആൻഡ് കെയർഫുൾ ടു മെയിൻറ്റെയിൻ ഗുഡ് വർക്ക്സ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് വർക്ക്സ് ഫോർ നെസസറി യൂസസ്. ഇങ്ങനെ 5 കാര്യങ്ങൾ സൽപ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഉപദേശം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്? നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ സൽപ്രവൃത്തികൾ കൂടി ചെയ്യേണ്ടതാണ്. ഒരു പക്ഷേ വിശ്വാസികളായിരിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള ധാരണ നമ്മൾ കൃത്യമായിട്ട് പ്രസംഗിച്ചാൽ മാത്രം മതിയെന്നായിരിക്കും. പിന്നെ നമ്മളുടെ കൂട്ടത്തിൽ കത്തോലിക്കരും മറ്റാളുകളൊക്കെ ഒരുപാട് ആതുര സേവനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ, അവരത് നടത്തിക്കോട്ടെ, നമുക്കത് പറഞ്ഞിട്ടില്ല എന്നൊരു ധാരണയുണ്ടെങ്കിൽ തീത്തോസിൻ്റെ ലേഖനം നമ്മളെ തിരുത്തുകയാണ്. നാം പ്രസംഗിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്യുകയും. നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് എഫേസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലുണ്ട്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ കണ്ടെത്തി അത് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. എഫേസ് ലേഖനം 2-10 നമുക്ക് വായിക്കാം. നാം അവന്റെ കൽപ്പനയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. കണ്ടോ, വി ആർ ക്രിയേറ്റഡ് ഫോർ ഗുഡ് വർക്ക്സ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം സൽപ്രവൃത്തികൾക്കായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാം അത് ചെയ്തു പോരേണ്ടതാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയല്ല, നമുക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കിയിരിക്കുന്നതെന്ന് കണ്ട് അത് ചെയ്യണം. നമുക്ക് മുമ്പോട്ട് പോകാം. തീത്തോസിൻ്റെ ലേഖനമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ 3 അധ്യായങ്ങളാണ് തീത്തോസിൻ്റെ ലേഖനത്തിനുള്ളത്. അതിനെ പഠിക്കാനായിട്ട് വിഭജിക്കുന്നത് 2 ഭാഗങ്ങളായിട്ടാണ്. 1-ാം അധ്യായവും 2-3 അധ്യായങ്ങളും. 1-ാം അധ്യായത്തിൽ ഒരു സഭ എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, ചർച്ച് ഓർഗനൈസേഷൻ എന്നുള്ള കാര്യമാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ടുള്ള ചർച്ച് ഫങ്ഷൻ ചെയ്യേണ്ടത്. 2-3 അധ്യായങ്ങളിൽ വിശ്വാസികളുടെ ഉത്തരവാദിത്തങ്ങൾ, ക്രിസ്ത്യൻ ഓബ്ലിഗേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. വർക്ക് ഫോർ ചർച്ച് മെമ്പേഴ്സ് ഓർ ഹൗ ടു ഹാവ് എ ഹെൽത്തി ചർച്ച്. ആരോഗ്യമുള്ളൊരു സഭയുണ്ടാകണമെന്നുണ്ടെങ്കിൽ വിശ്വാസികളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഈ ലേഖനത്തിനകത്ത് ഉള്ളത്. 1-ാമത്തെ അധ്യായം സഭയെക്കുറിച്ചുള്ള ദൈവ പദ്ധതി. ചിട്ടയായിട്ട് സുസംഘടിതമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം, സത്യസന്ധമായിട്ടുള്ള വിശ്വാസം വേണം, സൽപ്രവൃത്തികളിൽ ഉത്സാഹികളും ആയിരിക്കണം. 2-ാമത് സഭാ ശുശ്രൂഷകനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അവിടെയും ചിട്ടയായിട്ടുള്ള പ്രവർത്തനം ഇഷ്ടപ്പെടണം,
ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണം. സുബോധത്തോടെ ഉള്ള സംസാരവും പെരുമാറ്റവും പ്രവൃത്തികളും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ചർച്ച്, ആരോഗ്യമുള്ളൊരു സഭയെ പരിപാലിച്ച് വളർത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളും അല്പം കൂടെ നോക്കുകയാണെങ്കിൽ, 1-ാം അധ്യായം സഭാ സംഘടനാ രീതി, ചർച്ച് ഓർഗനൈസേഷൻ. ചർച്ച് ഒരു ഓർഗനിസമാണ്, ഓർഗനൈസേഷൻ അല്ല എന്ന് നമുക്കറിയാം. എങ്കിലും എനി ഓർഗനിസം ഈസ് വെൽ ഓർഗനൈസ്ഡ് അല്ലേ? ഏത് ശരീരവും സുസംഘടിതമാണ്. ദൈവം ശരീരത്തെ മഹത്വവും അത്ഭുതകരവുമായിട്ടാണ് സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ഇതൊരു ഓർഗനിസം ആണെങ്കിലും വെൽ ഓർഗനൈസ്ഡ് ആകേണ്ടതാണ്. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ നേരത്തെ വായിച്ച് ഒന്നുകൂടെ വായിക്കാം. കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന്. 1:5. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ടു പുട്ട് തിങ്സ് ഇൻ ഓർഡർ. എല്ലാം ക്രമത്തിൽ, ഓർഡർ വേണം, ചിട്ടയും അടുക്കും വേണം. കാരണം നമ്മുടെ ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, പിന്നെ എന്തിൻ്റെ ദൈവമാണ്? ഓർഡറിൻ്റെ, സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. അടുക്കും ചിട്ടയുമുള്ള ആളാണ് നമ്മുടെ ദൈവം, വാരി വലിച്ച് ചെയ്യുന്നവനല്ല. അതുകൊണ്ട് ദൈവസഭയും അടുക്കും ചിട്ടയും ഉള്ളതായിരിക്കണം. അങ്ങനെ വരാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ പറയുന്നത് പ്രീച്ച് ദ വേർഡ്, ദൈവവചനം പ്രസംഗിക്കണം. 1:1 വായിച്ചാട്ടെ. 1:1. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗം. എന്നിട്ട് തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ബോഷ്കില്ലാത്ത ദൈവം. അപ്പൊ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തി എന്നെ അത് ഭരമേൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്? ദൈവവചനം. എന്നെ ഭരമേൽപ്പിച്ച ദൈവവചനമാണ്, എനിക്ക് വെളിപ്പെടുത്തി തന്ന ദൈവവചനമാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോൾ സഭാ സംഘടനാ കാര്യത്തിൽ 1-ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വചനം പ്രസംഗിക്കുക. പ്രീച്ച് ദ വേർഡ്. ഇത് തിമോത്തിയെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. പ്രീച്ച് ദ വേർഡ്. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. രണ്ടാമത് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, പട്ടണം തോറും യോഗ്യതയുള്ള മൂപ്പന്മാരെ ആക്കി വെക്കണം. 1:5 നമുക്ക് വായിക്കാം ഒരു പ്രാവശ്യം കൂടെ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കുന്നത് ചർച്ച് ഓർഗനൈസേഷന്റെ ഭാഗമാണ്. എല്ലാ ചർച്ചും ഭംഗിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലീഡർ, ഒരു അധ്യക്ഷൻ വേണം, ഒരു മൂപ്പൻ വേണം. അതുകൊണ്ട് പട്ടണം തോറും യോഗ്യതയുള്ള മൂപ്പന്മാരെ, എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ളത് പുറകെ വരുന്നുണ്ട്, യോഗ്യതയുള്ള മൂപ്പന്മാരെ നിയമിക്കണം. 10-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ നാം നോക്കുമ്പോൾ അവിടെ നാം കാണുന്ന കാര്യം, ഇതിനിടയ്ക്ക് ദുരുപദേശങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദുരുപദേശത്തിൻ്റെ വായ അടയ്ക്കണം. മനസ്സിലായോ? സത്യവചനം പ്രസംഗിക്കണം. അതിനായിട്ട് പട്ടണം തോറും യോഗ്യതയുള്ള മൂപ്പന്മാർ വേണം. അവരുടെ പ്രധാനപ്പെട്ട ജോലി ദുരുപദേശക്കാരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. 10-11 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ. വൃഥാ വാചാലകന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ. അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു. അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു. വി ഹാവ് ടു സൈലൻസ് ഫാൾസ് ടീച്ചേഴ്സ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? 11-ാം വാക്യത്തിൽ പറഞ്ഞു, അരുതാത്തത് ഉപദേശിക്കാതിരിപ്പാനായിട്ട്, കുടുംബങ്ങളെ മറിച്ച് കളയാതിരിപ്പാനായിട്ട്. 1:11 വായിച്ചാട്ടെ. അവരുടെ വായ് അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. അപ്പൊ ദുരുപദേശക്കാരെന്താ ചെയ്യുന്നത്? ദുരാദായം, തെറ്റായ തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നു, പേരും പ്രശസ്തിയും ആഗ്രഹിക്കുന്നു. അതിനവരെ അരുതാത്തത് ഉപദേശിക്കും, കുടുംബങ്ങളെ മറിച്ച് കളയും. അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് അവരുടെ വായ് അടച്ചു കളയണം. അപ്പോൾ അതിന് വിധേയപ്പെടാതിരിക്കണമെങ്കിൽ 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ? വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാകണം. 13 മുഴുവൻ. ഈ സാക്ഷ്യം നേർ തന്നെ അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരണം. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരല്ലെങ്കിൽ അരുതാത്ത ഉപദേശങ്ങൾ വരുമ്പോൾ നമ്മളതിന് വിധേയപ്പെട്ടിട്ട് നമ്മളുടെ കുടുംബങ്ങൾ തന്നെ മറിഞ്ഞു പോകാൻ ഇടയായി തീരും. അപ്പോൾ ആരോഗ്യമുള്ള വിശ്വാസ ജീവിതം ഓരോ വിശ്വാസിയും നയിക്കേണ്ടതാണ്. അപകടം 16-ാം വാക്യത്തിലാണ് കിടക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും പറയുന്നത് എന്താണെന്നും പ്രവർത്തിക്കുന്നത് എന്താണെന്നും അവർക്ക് തന്നെ നിശ്ചയമില്ല. വായിച്ചാട്ടെ. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും, ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം വളരെ കെയർഫുൾ ആയിരിക്കണം. അതിൻ്റെ പരിഹാരമാണ് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. യു ടീച്ച് സൗണ്ട് ഡോക്ട്രിൻ. നീ പഥ്യോപദേശം, കാരണം അരുതാത്തത് ഉപദേശിക്കുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അവരെ എതിർക്കാൻ പോവുകയല്ല ചെയ്യേണ്ടത്. നീ
പഥ്യോപദേശത്തിന് ചേരുന്നത് മാത്രം. യു പ്രീച്ച് ദ വേർഡ് ഓഫ് ഗോഡ്, ദ ട്രൂ വേർഡ് ഓഫ് ഗോഡ് റിവീൽഡ് ബൈ ഗോഡ്, അല്ലേ? തക്ക സമയത്ത് വെളിപ്പെടുത്തി തന്ന ദൈവത്തിൻ്റെ വചനം, നമ്മളെ ഭരമേൽപ്പിച്ച വചനം, അത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. മറ്റവരോട് എതിർക്കാൻ പോയിട്ട് കാര്യമില്ല. ഇതാണ് 1-ാം അധ്യായം. 2-3 അധ്യായങ്ങൾ നമ്മളോട് പറയുന്നത് വിശ്വാസികളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. ക്രിസ്ത്യൻ ഓബ്ലിഗേഷൻ. ഓൾസോ വി ക്യാൻ സേ ഹൗ ടു ഹാവ് എ ഹെൽത്തി ചർച്ച്. ഒരു ആരോഗ്യമുള്ള സഭയുണ്ടാകണമെങ്കിൽ എന്ത് വേണം? സഭയിലുള്ള വിവിധ ഘടകങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കണം. നമ്മൾ തീമോഥെയോസിന് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ കണ്ടതുപോലെ സഭയിൽ വൃദ്ധന്മാരുണ്ട്, വൃദ്ധമാരുണ്ട്, യൗവനക്കാരുണ്ട്, ദാസന്മാരുണ്ട്, ഒരുപാട് തരത്തിലുള്ള ആളുകളുണ്ട്. സഭയിലുള്ള വിവിധ ഘടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ, വചനാനുസൃതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു സഭ ഉണ്ടാവുകയുള്ളൂ. പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം, വൃദ്ധന്മാർ നിർമ്മതരും. വൃദ്ധന്മാർ 4-ാം വാക്യം വരെ വൃദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. 3-ാം വാക്യം ഒന്ന് വായിച്ചാൽ, വൃദ്ധന്മാരും വൃദ്ധമാരും പ്രായം, ഓൾഡർ സെയിൻസ്, പ്രായം കൂടിയ ആളുകൾ സുബോധമുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, സ്നേഹവും സഹിഷ്ണുതയും വിശ്വാസത്തിൽ ആരോഗ്യവും ഉള്ളവർ. പ്രായം കൂടുമ്പോൾ ആരോഗ്യം കുറയുമെന്ന് നമുക്കറിയാം. എന്തിൻ്റെ? ശരീരത്തിൻ്റെ ആരോഗ്യം. പക്ഷേ വിശ്വാസത്തിൻ്റെ ആരോഗ്യം കുറയാൻ പാടില്ല. ആരോഗ്യമുള്ളവർ തന്നെ ആയിരിക്കണം. 2-ാമത്തെ ഗ്രൂപ്പ് യൗവനക്കാരും യൗവനക്കാരത്തികളുമാണ്. 4, 5, 6 വായിക്കാം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരിത്തികളെ ഭർതൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരി നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുക. അടുത്ത വാക്യം, ഔവണ്ണം യൗവനക്കാരെയും. അപ്പം യൗവനക്കാരത്തികളും യൗവനക്കാരും മനസ്സിലായല്ലോ. അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ വായിച്ചു കേട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുബോധം. ഞാൻ ആരാണ്? ഞാൻ യൗവനക്കാരനായ ഒരു വിശ്വാസിയാണ്, യൗവനക്കാരത്തിയായ ഒരു വിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കെന്ത് വേണം? സോബർ മൈൻഡഡ്, സുബോധം ഉണ്ടായിരിക്കണം. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വി സി അനദർ ഗ്രൂപ്പ്, ക്രിസ്ത്യൻ സ്ലേവ്സ്, ദാസന്മാർ. 9-ാം വാക്യം, ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലത്തിലും പ്രസാദം വരുത്തിയവരും. അപ്പം 2-ാം അധ്യായത്തിൽ വൃദ്ധന്മാരെക്കുറിച്ചും വൃദ്ധമാരെക്കുറിച്ചും യൗവനക്കാരെക്കുറിച്ചും യൗവനക്കാരത്തികളെക്കുറിച്ചും ദാസന്മാരെക്കുറിച്ചും, ദാസന്മാര് കീഴടങ്ങി സകലത്തിലും പ്രസാദം വരുത്തുന്നവർ ആയിരിക്കണം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ രാജ്യത്തിലെ പൗരന്മാരാണ്. അപ്പോൾ വിശ്വാസികൾ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് എന്തു വേണം? രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങി അനുസരണമുള്ളവരായിരിക്കണം. 3-ന്റെ 1 നമുക്ക് വായിക്കാം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും. അവിടെ വാഴ്ചകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അധികാരങ്ങൾ അല്ലാതെ പൈശാചിക കാര്യങ്ങളെക്കുറിച്ചല്ല. രാജ്യത്ത് രാജാക്കന്മാരായിട്ട് വാഴുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം എഫേസ്യ ലേഖനത്തിൽ വാഴ്ചകൾ എന്നുള്ളൊരു വാക്കുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കരുത്. ഗവൺമെൻറ് അതോറിറ്റീസ്, ഭരണ അധികാരികൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. 3-ന്റെ 1, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ക്രിസ്ത്യൻസ് ആസ് സിറ്റിസൻസ്, രാജ്യത്തിലെ പൗരന്മാരെന്നുള്ള നിലയ്ക്ക് വിശ്വാസികൾ നിയമങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം, സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ ആയിരിക്കണം. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ സഭയിൽ എപ്പോഴും പ്രോബ്ലം പീപ്പിൾ, സഭയിൽ ഭിന്നത വരുത്തുന്നവരുണ്ടായിരിക്കും. അവരെക്കുറിച്ച് 9, 10 വാക്യങ്ങളിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. സഭയിൽ ഭിന്നത വരുത്തുന്നവർ. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഭിന്നത ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കുക. അവരുമായിട്ട് ആവശ്യമില്ലാത്ത സംഭാഷണങ്ങളിലോ തർക്ക വിതർക്കങ്ങളിലോ ഇടപെടേണ്ടതായിട്ട് ഇല്ല. ആൻഡ് ഫൈനലി 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒരു ഉപസംഹാരമാണ്. അതിൽ 14-ാം വാക്യമാണ് നമുക്ക് ഈ ആയിട്ട് എടുക്കേണ്ടത്. സൽപ്രവൃത്തികളിൽ മുമ്പന്മാർ. 3-ന്റെ 14 വായിക്കാം. നമുക്കുള്ളവരും ഫലമില്ലാത്തവരുമാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപദേശിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തരത്തിലൊക്കെ നമ്മൾ പെരുമാറണം എന്ന് പറയാനുള്ള കാരണം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലുണ്ട്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിപ്പാൻ. വിരോധിക്ക്
നമ്മളെക്കുറിച്ച് അപവാദം പറയാൻ അവസരം ലഭിക്കാതിരിക്കുവാൻ. 2:4 ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കുവാൻ. ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആയിരിക്കണം. ഞാൻ പറയുന്ന ദൈവവചനം ഒരു കാരണവശാലും ദുഷിക്കപ്പെടാൻ പാടില്ല. എൻ്റെ ജീവിതം കൊണ്ട് ഞാനതിനെ സ്വാധൂകരിക്കണം. 2:8 വായിക്കുകയാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനവും ഉള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കുക. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയും തുടർന്നുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമ്മൾ ദൈവവചനം ദുഷിക്കപ്പെടാതെ നല്ലൊരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഉപദേശത്തിൽ നിർമ്മലത വേണം. അതുപോലെ തന്നെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരും ആയിരിക്കണം. നമുക്ക് ഈ തീത്തോസിൻ്റെ ലേഖനം പഠിച്ച് തീർക്കുമ്പോൾ 1-2 കാര്യങ്ങൾ എടുത്ത് പറയാതിരിക്കാൻ ഒക്കുകയില്ല. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മളുടെ രക്ഷയെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം പൗലോസ് തീത്തോസിന് നൽകുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ലഭിച്ച രക്ഷയുടെ മാഹാത്മ്യം, ദ വണ്ടർ ഓഫ് അവർ സാൽവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണത് സംഭവിച്ചതെന്നുള്ളത് ഞാൻ വിവരിക്കുന്നില്ല, ഒന്ന് വായിച്ചു കേട്ടാട്ടെ. മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. ശരിയല്ലേ? ഈ തരത്തിലൊക്കെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്. അത്ര വണ്ടർഫുൾ ആയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് അവർ സാൽവേഷൻ. ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ടഡ് ആയത്, നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നത്. അത് വീണ്ടും ധ്യാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. പക്ഷെ അത് മാത്രം പോരാ. 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്, ഈ അനുഭവത്തിൽ തുടരുന്ന ആളുകൾക്ക് ഒരു ഭാഗ്യകരമായ പ്രത്യാശ, സഭയ്ക്ക് ഭാഗ്യകരമായ ഒരു പ്രത്യാശയുണ്ട്. അതിനായിട്ട് കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ ശിക്ഷിച്ചു വളർത്തുകയും ചെയ്യുന്നു. അത് ഞാൻ വിവരിക്കുന്നില്ല, നമുക്ക് 11 മുതൽ 13 വരെ വായിച്ചു കേൾക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ പ്രത്യേകം പഠിച്ചോണം. ഈ വാക്യങ്ങളിൽ ഞാൻ പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലിവ് യുവർ ലൈഫ് വിത്ത് എ ക്യാപിറ്റൽ എൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ ജീവിതം ഒരു ക്യാപിറ്റൽ എൽ എന്ന് പറഞ്ഞാൽ എൽ ഉപയോഗിച്ച്, ഇംഗ്ലീഷിൽ എൽ എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് 3 കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 13-ാം വാക്യത്തിൽ പറഞ്ഞു വർജിക്കുക. കണ്ടോ? വർജിക്കുക. 13-ാം വാക്യം ഒന്ന് നോക്കിയേ. വർജിക്കുക എന്നൊരു വാക്കുണ്ട്. വർജിക്കുക. ലീവ് ദി ഓൾഡ് ലൈഫ്. എന്താ വർജിക്കേണ്ടത്? ലീവ്, പഴയ ജീവിതം വർജിക്കുക, ഉപേക്ഷിച്ച് കളയുക. എന്നിട്ട് 13-ാം വാക്യത്തിൽ തന്നെയുണ്ട് ലിവ് ദ ന്യൂ ലൈഫ്, ദൈവഭക്തിയോടെ എന്നൊരു പ്രയോഗം ഉണ്ടോ എന്ന് നോക്കിയേ. ദൈവഭക്തിയോടെ. അപ്പം ലീവ് ദ ഓൾഡ് ലൈഫ് ആൻഡ് ലിവ് ദ ന്യൂ ലൈഫ്. പഴയ ജീവിതം വർജിക്കുക, ദൈവഭക്തിയോടെ പുതിയ ജീവിതം ജീവിക്കുക. എന്നിട്ട് 12-13 വാക്യത്തിൽ പറഞ്ഞു ലുക്ക് ഫോർ ദ ബ്ലെസ്സഡ് ഹോപ്പ്, ദ ഗ്ലോറിയസ് അപ്പിയറിംഗ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മനസ്സിലായോ? പഴയത് വർജിക്കണം, ദൈവഭക്തിയോടെ പുതിയൊരു ജീവിതം ജീവിക്കണം, കർത്താവിൻ്റെ വരവിനായി നോക്കി പാർക്കണം. ലീവ്, ലിവ്, ലുക്ക്, ഈ 3 വാക്കുകളാണ് ഓർത്തിരിക്കേണ്ടത്. വർജിച്ച് കളയുക, ജീവിക്കുക, പ്രത്യാശയോടെ നോക്കി പാർക്കുക. ഇപ്പം നമ്മൾ മൂപ്പന്മാർക്കുള്ള 3 ലേഖനങ്ങളാണ് കവർ ചെയ്യുന്നത്. 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസ്. അപ്പോൾ ഈ ലേഖനങ്ങളിൽ നമ്മൾ പറയാതെ വിട്ടതും പറയേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. ഒരു മൂപ്പൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യക്ഷൻ്റെ അതുപോലെ തന്നെ ശുശ്രൂഷക്കാരൻ്റെ യോഗ്യതകൾ, ഏതാണ്ട് 33 യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അത് വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു വിട്ടേക്കാം. കാരണം ഇനി ആർക്കെങ്കിലും യോഗ്യതയ്ക്ക് ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടിയില്ലെങ്കിൽ, നേരത്തെ ഞാൻ കുടുംബജീവിതം, പരസ്യജീവിതം എന്നൊക്കെ പറഞ്ഞ് ഒരു ഷോർട്ടായിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഈ 33 കാര്യങ്ങൾ എന്തൊക്കെയാണ്, തീമോത്തിയോസിൽ എന്ത് പറഞ്ഞു, തീത്തോസിൽ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. തീമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് നിരപവാദ്യനായിരിക്കണം, ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം, നിർമ്മതനായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം, സുശീലനായിരിക്കണം, അതിഥിപ്രിയനായിരിക്കണം, ഉപദേശിക്കുവാൻ സമർത്ഥനായിരിക്കണം,
മദ്യപ്രിയനാകരുത്, തല്ലുകാരനാകരുത്, കലഹിക്കാത്തവനായിരിക്കണം, ശാന്തനായിരിക്കണം, ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം, അത്യാഗ്രഹമില്ലാത്തവനായിരിക്കണം, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം, പുതിയ ശിഷ്യനായിരിക്കരുത്, പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. ഇതിൻ്റെ കൂടെ തീത്തോസിൻ്റെ ലേഖനത്തിൽ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ ഞാൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ, വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം, തന്നിഷ്ടക്കാരനാകരുത്, കോപിക്കുന്നവനാകരുത്, സൽഗുണപ്രിയനാകണം, നീതിമാനായിരിക്കണം, നിർമ്മലനായിരിക്കണം, സുബോധശീലനായിരിക്കണം, വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം, ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാണെന്നുള്ള ഓർമ്മ വേണം. ഇത്തരം കാര്യങ്ങളാണ് അധ്യക്ഷന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശുശ്രൂഷകന്മാരെക്കുറിച്ച് പിന്നെയും ഒരു 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അവർ ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാർ ആകരുത്, മദ്യപന്മാരാകരുത്, ദുർലാഭ മോഹികൾ ആകരുത്, വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം, അനിന്യരായിരിക്കണം. അനിന്യർ എന്ന് പറഞ്ഞാൽ പരീക്ഷ ജയിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏക ഭാര്യയുടെ ഭർത്താക്കന്മാരായിരിക്കണം, മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായിട്ട് ഭരിക്കുന്നവരായിരിക്കണം, നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് എല്ലാവരും ശോധന ചെയ്യണം. ഞാനിപ്പോൾ ഒരു ശുശ്രൂഷകനല്ല, അതുകൊണ്ട് എനിക്കിത് ബാധകമല്ലെന്ന് പറയണ്ട. യു ആർ എ പൊട്ടൻഷ്യൽ മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാം. എന്ന് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ ചർച്ചിൻ്റെ പോഡിയത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ പോലും വി ആർ മിനിസ്റ്ററിങ് ടു സെവറൽ പീപ്പിൾ. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ എനിക്കുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതോടുകൂടി നമുക്ക് തീത്തോസിൻ്റെ പഠനം അവസാനിപ്പിക്കുകയും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫിലെമോൻ എഴുതിയ ലേഖനം പഠിക്കാനായിട്ട് ദൈവസേനയിൽ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യാം. ദൈവത്തിന് മഹത്വം.